എന്തായാലും മണിക്കൂറുകൾക്ക് ഉദ്ഘാടന ചടങ്ങ് നടക്കും. ഈ പ്രൗഢഗംഭീരമായ വേദി നമുക്ക് കാണാം. വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ നടത്തിക്കഴിഞ്ഞു. പ്രൗഢഗംഭീരമായ വേദിയാണ്. നിരവധി ആളുകൾക്ക്, കലാസ്വാദകർക്ക് വരാനും കാണാനും കഴിയുന്ന തരത്തിലാണ് ഇവിടെ ക്രമീകരണങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. തൃശ്ശൂർ പൂരത്തെ അനുസരിപ്പിക്കുന്ന മേളം ഒരു ഭാഗത്ത് നടക്കുന്നു. ഈ കലകളെല്ലാം, നൃത്ത കലകളെല്ലാം നടക്കുന്നത് വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്താണ് എന്നുള്ള കാര്യം കൂടി ആലോചിക്കണം. നടരാജൻ വടക്കുംനാഥനാണെന്നാണ് പറയപ്പെടുന്നത്. ആ നൃത്ത ദേവന്റെ മുന്നിലാണ് കുട്ടികളുടെ ഇത്രയധികം കലാപരിപാടികളൊക്കെ തന്നെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏവരും ശ്രദ്ധിക്കേണ്ട, ഓർക്കേണ്ട കാര്യം. എന്തായാലും ജനപ്രതിനിധികളും ബാക്കി എല്ലാവരും തന്നെ ഇവിടെ തയ്യാറാണ്. വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. സ്ഥലം MLA കൂടിയായ K. ബാലേന്ദ്രൻ നമ്മോടൊപ്പമുണ്ട്, V. ബാലേന്ദ്രൻ നമ്മോടൊപ്പമുണ്ട്. എത്രത്തോളം സന്തോഷമുണ്ട് താങ്കളാണ് ഇതിൻ്റെ ഒരു പോസ്റ്റ്? ഞാൻ റിസപ്ഷൻ കമ്മിറ്റി ചെയർമാനാണ്. തൃശ്ശൂരിൻ്റെ കലോത്സവ ചരിത്രത്തിൽ നിർണായകമായ ഒരു കലോത്സവമാണിത്. പങ്കെടുക്കുന്ന 10,000-ലധികം വിദ്യാർത്ഥികൾക്കും കാണാനെത്തുന്നവർക്കും ആതിഥേയമരുത്താൻ സംഘാടക സമിതി തയ്യാറായിട്ടുണ്ട്. മന്ത്രിമാരും MLA-മാരും അതുപോലെ തന്നെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ തന്നെ മാസങ്ങളായുള്ള ഇതിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള പണിയിലാണ്. ഓരോ ഘട്ടത്തിൽ നന്നായി പുരോഗമനം. താങ്ക് യു. എന്തായാലും വലിയ ആവേശം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിൽ ഇപ്പോഴും തൃശ്ശൂരിന്റെ മേളം ഇവിടെ പുരോഗമിക്കുകയാണ്. ഇതിന് ശേഷമായിരിക്കും ഉദ്ഘാടന ചടങ്ങിലേക്ക് നമ്മൾ കടക്കുക. അക്ഷയ കൃഷ്ണാനന്ദ് കൂടി ചേരുന്നുണ്ട് കലോത്സവ നഗരിയിൽ നിന്ന്. അക്ഷയ, വലിയ ആവേശമാണ് കലോത്സവ നഗരിയിൽ ഉടനീളം കാണാൻ സാധിക്കുന്ന. ഒരു വശത്ത് മേളം നടക്കുന്നു, അതിനിടെ തന്നെ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ കലോത്സവത്തിന് കഴിഞ്ഞ തവണയൊക്കെ കണ്ടത് സമയക്രമം കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചത്, ഉദ്ഘാടന ചടങ്ങ് ഉൾപ്പെടെ. ഇന്നും അതിന് തന്നെയാണോ സാധ്യത? അക്ഷയ, ഇപ്പോൾ ഏത് വേദിക്കരികിലാണുള്ളത്? അനീഷ, ഞാൻ പ്രധാന വേദിയായ സൂര്യകാന്തിക്ക് മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു മിനി പൂരത്തെ കാഴ്ചവെക്കുന്ന വിധത്തിലുള്ള പരിപാടികളാണ് ഈ കമ്മിറ്റി അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്ന് വേണം നമുക്ക് പറയാൻ. അതായത് കുടമാറ്റത്തിന്, സാധാരണ നമ്മൾ പൂരത്തിന് കാണുന്ന കുടമാറ്റമാണ് ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള, ഏറ്റവും വർണ്ണാഭമായിട്ടുള്ള ഒരു കാഴ്ചയാണത്. അത്തരത്തിൽ കുടകൾ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്, അണിഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ ചുറ്റിലും കുടകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ആ മേളം അങ്ങനെ കൊട്ടിക്കയറുകയാണ്. ചെണ്ടമേൽ കോൽ വീണിട്ടുണ്ട്. അതായത് ഇന്ന് 10 മണിയോടെ കലാപൂരത്തിന് തിരി തെളിയുകയാണ്. മേളം അതങ്ങനെ മുറുകുകയാണ്. ആ മേളത്തിന്റെ കേളിക്കൊട്ട് നമ്മളങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാണികളും വിദ്യാർത്ഥികളും എല്ലാം തന്നെ ആ കൊട്ടിനനുസരിച്ച് ആവേശത്തിലാണ്, അത്യുജ്വലമായിട്ടുള്ള ഊർജത്തിലാണ്. അവരെല്ലാവരും തന്നെ ആ മേളപ്പെരുപ്പത്തിൽ അങ്ങനെ അലിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ പ്രധാന വേദിയിൽ നിന്ന് കാണുന്നത്. ഇവിടെ പതാക ഉയർത്തൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് ഉദ്ഘാടന സമ്മേളനം നടക്കാൻ പോവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തതോടുകൂടി ഏഷ്യയിലെ കുട്ടികളുടെ ഏറ്റവും വലിയ കലാമേളയായിട്ടുള്ള സംസ്ഥാന സ്കൂൾ കലോത്സവം, 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തൃശ്ശൂരിൽ ശക്തന്റെ മണ്ണിൽ കൊടി കയറും. ആ പൂരത്തിന്, അതായത് എല്ലാ കാലവും പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പേരൂരിൽ ഇന്ന് മറ്റൊരു പൂരത്തിന് തുടക്കം കുറിക്കുകയാണ്. അത് കുട്ടികളുടെ കലാപൂരത്തിനാണ് എന്ന് വേണം പറയാൻ. അത്തരത്തിൽ ആ കേളികൊട്ട്, ആ ചെണ്ടമേളം അതങ്ങനെ മുഴങ്ങുകയാണ് ഈ ശക്തന്റെ മണ്ണിൽ, ഈ തേക്കിൻകാട് മൈതാനിയിൽ. സാധാരണ നമ്മൾ കാണാറുള്ള ആനവട്ടവും വെഞ്ചാമരവും ആനയും കുടമാറ്റവും എല്ലാം തന്നെ അതിന്റെ ഒരു മിനി പൂരം തന്നെയാണ് ഇവിടെ സംഘാടകർ ഒരുക്കിയിരിക്കുന്നത്. കലോത്സവ നഗരിയിലെ കാഴ്ചകളാണ്. ഒരു വശത്ത് പാണ്ടിമേളം നടക്കുകയാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ പൂരം, അതുപോലെ തന്നെ കലാപൂരം നടക്കുകയാണ്. ഇനിയിപ്പോൾ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങ് നടക്കാൻ ഇനി വെറും മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണ്. ഉദ്ഘാടന ചടങ്ങ് 10 മണിക്കാണ്